Hi friends, welcome to Easy Physics by Monisha. Hello friends. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നുണ്ടോ? മറന്നു പോകുന്നുണ്ടെങ്കിൽ മറക്കാതിരിക്കാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടിപ്പാണ് കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ മറന്നു പോവുകയില്ല. ഉദാഹരണമായി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന പാഠഭാഗം ഫിസിക്സിൽ പഠിച്ചു. അതിൽ ടൈം എന്ന ടോപ്പിക്ക് നമ്മൾ എല്ലാ ദിവസവും ക്ലോക്ക് നോക്കുന്നില്ലേ? സമയം അറിയുന്നതിന് വേണ്ടി എല്ലാവരും എല്ലാ ദിവസവും ക്ലോക്ക് നോക്കുന്നുണ്ട്. ടൈം, സമയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഓർമ്മ വരണം. ടൈം അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യണത് സ്മോൾ ലെറ്റർ എസ് ആണ്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും എല്ലാ വിഷയങ്ങളും നമ്മളുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. അത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ മറന്നു പോവുകയില്ല. എക്സാം ടൈമിൽ നമ്മുടെ പരീക്ഷ പേപ്പറിൽ അത് എഴുതുവാനും സാധിക്കും. രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. മറ്റുള്ളവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം തന്നെ പഠിക്കണം. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള രണ്ടാമത്തെ ടിപ്പ് ആണ് നമ്മൾ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. മൂന്നാമത്തെ ടിപ്പാണ് ടെൻഷൻ ഒഴിവാക്കുക. സ്റ്റോപ്പ് വറിയിങ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലായി നിൽക്കും. ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായാലും മറന്നു പോകും. സ്റ്റോപ്പ് വറിയിങ് ആൻഡ് എൻജോയിങ് സ്റ്റഡി. നാലാമത്തെ ടിപ്പാണ് നോട്ട്സ് തയ്യാറാക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടേതായ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മ നിൽക്കും. എക്സാം ടൈമിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അഴിച്ചു പെറുക്കി പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തയ്യാറാക്കിയ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാവുകയും അത് ഓർമ്മ നിൽക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ ടിപ്പാണ് റിവിഷൻ. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ അടുപ്പിച്ച് പഠിച്ചു എന്നതല്ല, പഠിച്ച കാര്യങ്ങൾ സ്വയം വിലയിരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ വിട്ടുപോയി, ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.